ഹായ് എവ്രി വൺ. ഇന്ന് നമുക്കൊരു ചോക്കോബാറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിൽ ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുക്കണം. എന്നിട്ട് ആ മിൽക്ക് പൗഡറും അതിൽ ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വാം വാട്ടർ ഇതും കൂടി എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ. അത് കട്ട പിടിക്കാൻ പാടില്ല, നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ മിൽക്ക് പൗഡറും പാലും കൂടെ മെൽട്ടായി, അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ തീ കൂട്ടി വെക്കരുത്, ഭയങ്കര സിമ്മിലിടണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആയിട്ട് ഇതും കട്ട പിടിക്കും. അപ്പം നന്നായി മെൽട്ടായി മിൽക്കായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡ്, ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും കൂടി ഇട്ടിട്ട് ഈ പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അടിക്ക് പിടിക്കാൻ നല്ലതായിട്ട് ഇളക്കി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ആ മിൽക്ക് പൗഡറും മിൽക്കും കണ്ടൻസ് മിൽക്കും എല്ലാം കൂടെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് സെറ്റായി കുറച്ചൊന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് അതിൽ കുറുക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ഒരു നന്നായിട്ട് ഇളക്കി എടുക്കണേ. അതിലേക്ക് ഒരു 2-3 സ്പൂണ് കോൺഫ്ലവർ എടുത്ത് അത് വെള്ളത്തിൽ കലക്കി നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒഴിക്കുമ്പോൾ തന്നെ കട്ട പിടിക്കും. 1 or 2 സ്പൂണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് ഈ പാലിലേക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് വേണേൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴും സിമ്മിലിട്ടേക്കണേ. പാല് തീ കൂട്ടി വെക്കരുത്, കുറച്ചിടണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇളക്കി അത് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പാലിങ്ങനെ കുറുകി നല്ല ഒരു സെറ്റായിട്ട് വരും. അപ്പം നമുക്ക് നോക്കണം, ഒത്തിരി കട്ട പിടിക്കരുത്. ഇത് അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ആറിക്കഴിഞ്ഞിട്ടാണ്, ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് എഗെയിൻ കട്ട പിടിക്കും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേണം. നന്നായി എന്നിട്ടും സ്റ്റൗ ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഒട്ടും കട്ട വരാൻ പാടില്ല, ലംസ് ഒന്നും ഉണ്ടാവരുത്. ഇല്ലാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പാലൊക്കെ ഒന്ന് തണുത്തൊന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ 1 സ്പൂൺ വാനില എസൻസ്, ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചാലും മതി കേട്ടോ. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവർക്കും അതും ചേർക്കണം. നമുക്ക് ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു മോൾഡ് എടുത്തിട്ട്, അതിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഈ മോൾഡ് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല കഴുകി ഒട്ടും വെള്ളമില്ലാതെ വെക്കണേ. അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഇത് ഫുൾ സെറ്റ് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ മോൾഡും ഫില്ല് ചെയ്യാനുള്ളത് കിട്ടി. അതിനുശേഷം ഫില്ല് ചെയ്ത ശേഷം നന്നായി അടിച്ചിട്ട് ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് കിട്ടും, അത് വെക്കരുത് കേട്ടോ. ഇതുകൊണ്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സൊക്കെ വാങ്ങിയില്ലേ, ആ സ്റ്റിക്ക് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 5 to 6 hours വെക്കണം. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുക, ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്നാലേ ഇത് നന്നായി സെറ്റ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ മോൾഡിൽ നിന്ന് ഇറങ്ങി വരാനും താമസിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക. 350 grams 500 grams മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുക്കുന്നത്, ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കും. അതിൻ്റെ പുറത്ത് മുകളിലായിട്ട് ഒരു പാത്രത്തിലായിട്ട് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ പീസാക്കിയാലോ ഇട്ടാൽ മതി. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ ഈ ഈ ചോക്ലേറ്റ് ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് ശരിയാവില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്താലും ചോക്ലേറ്റ് നമ്മൾ ഇങ്ങനെ ഉരുക്കി എടുക്കുന്ന സമയത്ത് ഡബിൾ ബോയിൽ സിസ്റ്റമാണ് ബെസ്റ്റ്. അതായത് കണ്ടില്ലേ, നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന്, അതായത് ഈ ഫ്രിഡ്ജിൽ നല്ല സെറ്റായി കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാവും കേട്ടോ. നമ്മുടെ ഈ മോൾഡെല്ലാം എടുത്തു, നമ്മൾ റിമൂവ് ചെയ്തു. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട്, അപ്പോൾ ഇളകി വരില്ല, വലിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കിയാലും ഒന്നും ആവില്ല. കുറച്ച് നേരം നമുക്ക് ഇതുണ്ട് നോർമൽ വെള്ളത്തിൽ, ചൂടുവെള്ളമല്ല, നോർമൽ വെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇത് ഇളകി വരും. ഇളകി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന ചോക്ലേറ്റില്ലേ, അതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം 2-3 പ്രാവശ്യം ഡിപ്പ് ചെയ്തു. അപ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറ്റ ഡിപ്പിൽ തന്നെ ഇത് നിറഞ്ഞിരിക്കണം. രണ്ടാമത് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എന്തായെന്നറിയോ, ഇതിൽ അവിടെ ആ ഷേപ്പ് പോയി. എന്നിട്ട് നമുക്ക് നട്ട്സ് ഫ്ലേവർ വേണമെന്നെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ ഗ്രൗണ്ട് നട്ട്സോ ഒക്കെ ക്രഷ് ചെയ്തിട്ടിട്ട് അതും കൂടി ഈ ചോക്ലേറ്റിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നമ്മുടെ ക്രഷ്ഡ് ആയിട്ടുള്ള ചോക്കോബാർ, നട്ട്സ് ചോക്കോബാറായി. അപ്പോൾ ആദവിന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ആദവിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, അമ്മ ചോക്കോബാർ എവിടെ, ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പറയാം, നല്ല ടേസ്റ്റാണ് അമ്മേ.
ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ചോക്കോബാറിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ആക്ച്വലി ഇതിനകത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഇല്ല, പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. അതാ ചോക്ലേറ്റ് പൊടിഞ്ഞ് വീഴുന്നു. ഞാൻ പറയായിരുന്നു വേഗം കഴിച്ചോ താഴെ വീഴാതെന്ന്. ചോക്കോബാറൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണം. താങ്ക് യു. കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.